നമുക്ക് അടിപൊളി ഒരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കിയാലോ. ആദ്യം തന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി നല്ലോണം ഫ്രൈ ചെയ്യണം കേട്ടോ. എന്നിട്ട് അതിന് ശേഷം ഉള്ളി നല്ലോണം വഴറ്റണം. നല്ല റെഡ് കളറാവും, നല്ല ബ്രൗൺ കളറാവത്തില്ല, അതുപോലെ വഴറ്റി അടിപൊളിയായി വഴറ്റണം. വെളിച്ചെണ്ണയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതിന് ശേഷം അതിൽ പച്ചമുളക്, കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് അതും നല്ലോണം വഴറ്റുക. നല്ലോണം വഴറ്റിയതിന് ശേഷം നമ്മുടെ ഉപ്പ്, മഞ്ഞൾ, മുളക്, മല്ലിപ്പൊടി ഇത് ഇട്ടിട്ട് നല്ലോണം പിന്നെയും വഴറ്റുക. നല്ലോണം വഴറ്റിയതിന് ശേഷം തക്കാളി ഇട്ടിട്ട് അതും കൂടി നല്ലോണം വഴറ്റണം. നല്ലോണം വഴറ്റണം, നല്ല ഡീപ്പായിട്ട് വഴറ്റണം കേട്ടോ. നല്ല വഴറ്റി ഇത് ഈ ചീനച്ചട്ടി എടുത്തത് തന്നെ ഇത് നല്ലോണം വഴറ്റണം. നമ്മൾ ഫ്രൈങ് പാൻ എടുത്തു കഴിഞ്ഞാൽ ഇത്രയും നല്ല ഇതായിട്ട് നമുക്ക് കിട്ടത്തില്ല, കാരണം നല്ല ചൂടുണ്ടാവുമല്ലോ ഇതിന്. അതുപോലെ നമുക്ക് അത്ര അധികം ചൂടിൽ ഇത് ഫ്രൈങ് പാന് കുറച്ച് ബുദ്ധിമുട്ടല്ലേ. പിന്നെ ഞാൻ കുറച്ച് ഗരം മസാല ഇടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതൊക്കെ നല്ലോണം വഴറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ചിക്കനിൽ ഒട്ടും വെള്ളം ചേർക്കറേ, ഒരു തുള്ളി പോലും വെള്ളം ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ചിക്കൻ ഇട്ടിട്ട് നമ്മൾ സിമ്മിൽ വേവിക്കുക ചെയ്യുന്നത്. നല്ല ചിക്കനിൽ തന്നെ വെള്ളം ഉണ്ടാവുമല്ലോ, അത് ആ വെള്ളം ഇറങ്ങി നല്ലോണം വെന്തോളും. നല്ലോണം കണ്ട ഇതെണ്ണ പേസ്റ്റ് പോലെ ആയില്ലേ, നല്ല മസാല കേട്ടോ. അപ്പോൾ ഇത് സിമ്മിൽ നല്ലോണം വേവിച്ച് അങ്ങനെ എടുത്ത് ഓരോരോ പ്രാവശ്യവും ഇളക്കി കൊടുക്കണം കേട്ടോ. കുറച്ചൊരു 2 മിനിറ്റ് അടച്ചു വെച്ചാൽ പിന്നെ ഒന്ന് തുറന്ന് നോക്കി പിന്നെ ഒന്ന് ഇത് നല്ലോണം ഇളക്കി കൊടുക്കണം. കാരണം അടിക്കാതവാ പിടിച്ചാലോ, വെള്ളം ഒഴിക്കുന്നില്ലല്ലോ. അപ്പോൾ ഇതിങ്ങനെ വരട്ടി എടുക്കണം. ഇതാണ് ചിക്കൻ റോസ്റ്റ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഈ ചപ്പാത്തിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചപ്പാത്തി അതുപോലെ പൂരി പിന്നെ നമ്മൾ രാത്രി ഇത് ഡിന്നറിന് വേണ്ടി ഞാൻ ഉണ്ടാക്കുകയാണ് കേട്ടോ. രാത്രി പൂരി അങ്ങനെ യൂസ് ചെയ്യില്ലല്ലോ. ചപ്പാത്തിക്കും പിന്നെ ദോശ, പിന്നെ ഈ നമ്മളെ വെള്ളയപ്പം അതിനൊക്കെ നല്ലതാണ്. പക്ഷെ കുറച്ച് അഥവാ നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ വെള്ളം ഒഴിക്കാൻ ഞാനത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നല്ല അടിപൊളി ചിക്കൻ റോസ്റ്റാണ് കേട്ടോ. ഉണ്ടാക്കി നോക്കണേ. പിന്നെ ഇതിൽ മുളക് പൊടി ഇടുമ്പോൾ കുറച്ച് രണ്ടും കൂടി ഇടണം കേട്ടോ. കശ്മീരി മുളകും സാധാരണ മുളകും ഇട്ട് കഴിഞ്ഞാൽ നല്ല കളറുണ്ടാവും. കണ്ടോ, ഇങ്ങനെ വരട്ടിയെടുത്ത് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ. എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.